ഇനിയിപ്പോൾ വെളിയിൽ ഇറങ്ങുമ്പോഴൊക്കെ എങ്ങനെയാണ് സാറേ? കാര്യം വെച്ചാൽ പോലീസ് ഓഫീസറാണ്, പക്ഷെ എന്നാൽ അതിലുപരി ഒരു ആക്ടറാണ്. ആദ്യം പോലീസ് ഓഫീസറായിരുന്നു, പക്ഷെ ഇപ്പം എല്ലാവരും ഒരു കാണുന്നത് ഒരു ആക്ടറായിട്ടാണ് കാണുന്നത്. വെളിയിൽ ഇറങ്ങുമ്പോൾ സെൽഫി എടുക്കാനായിട്ട് ആരെങ്കിലും പേടിച്ച് മാറി നിൽക്കാം? അങ്ങനെ ഒന്നുമില്ല. ബിക്കോസ് മിക്കവർക്കും അറിയില്ല. അവർ ആക്ടറാണ്. ഞാൻ പിന്നെ അവിടെ സംസാരിക്കും, ഓ സാർ പോലീസാണല്ലേ, അതാണ് സാർ ഈ ഇങ്ങനെ ഈ ആക്ടിങ് വരണം, നാച്ചുറലായിട്ട് വരണം. ഞാൻ പറഞ്ഞു ഞാനൊരു പോലീസ് ഓഫീസറായിരുന്നു, പിന്നെ ആക്ടറും കൂടെയാണ്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ദാറ്റ് അവർ പോലീസ് ഓഫീസർ അല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു ആക്ടറാന്ന് നമ്മുടെ ഒരു വിജയമാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അത് ക്യാച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോളൂ സാർ, ഈ SI ആയ സമയത്ത് നമ്മൾ ചെക്കിങ്ങിനൊക്കെ പോകാറുണ്ടല്ലോ, നമ്മൾ ഫീൽഡ് ചെക്കിങ്ങിന് പോകാറുണ്ട്. ഈ പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ചെക്കിങ് ചെയ്യപ്പെട്ടിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാർ പിടിക്കുമ്പോൾ അവർ ചുറ്റും ക്യാമറ ഒക്കെ ഇട്ട് സിനിമയാണോ ആക്ടിങ് ആണോ എന്ന് എവിടെയെങ്കിലും വെച്ച് ചോദിച്ചിട്ടുണ്ടോ? കാര്യം എല്ലാത്തിലും പോലീസ് ഓഫീസറാണ്. അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് പറയാമോ? അതെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യാൻ നേരത്ത് ആളൊന്ന് ഇങ്ങനെ അടുത്ത് വന്നിട്ട് നമ്മൾ കൈ കാണിച്ച് തിരിച്ചു പോകണമായിരുന്നു. അയാൾ വിചാരിക്കുന്നത് നമ്മളൊരു ആക്ടറാണ്, നടക്കാണ്. നമ്മൾ തിരിച്ചിങ്ങനെ കൈ കാണിച്ചിട്ട് അയാൾ അപ്പുറത്തൊന്ന് പോലീസുകാർ ചിലപ്പോൾ പിടിക്കുമ്പോഴാണോ തിരിച്ച് അപ്പോൾ അടുത്ത് പറഞ്ഞു, സാറേ ഞാൻ നമ്മൾ വിചാരിച്ചു സാർ ഇവിടെ ഷൂട്ടിംഗ് സാറാണല്ലോ കൈ നിർത്തിയത്, കൈ കാണിച്ചത്. അപ്പൊ അങ്ങനെയുള്ള കുറെ ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെ എനിക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് കൈ കാണിച്ചിട്ട് പോയി. പിന്നെ വേറൊരു സംഭവം, ഞാൻ ഈ വനം പണി ചെയ്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ വീട്ടിൽ ഇങ്ങനെ മീൻ തന്നെ ലേഡിയുണ്ട്. അപ്പോൾ ഞാനായിട്ട് സംസാരിക്കുന്നു, ബിക്കോസ് എൻ്റെ വൈഫാണല്ലോ മീൻ, വൈഫും മദറിലും. ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരാഴ്ച മുമ്പ് ടെലികാസ്റ്റ് ചെയ്ത സീനാണ്. ദാറ്റ് ഈസ് ഈ മെയിൻ ആക്ട്രസ് ഉണ്ടല്ലോ, കൊച്ചുകുട്ടി, അവളെ വിളിച്ച് ഞാൻ പോലീസ് ഒരു വെട്ടൊക്കെ വരട്ടും, ഭയങ്കരമായിട്ട് വരട്ടുന്ന സംഭവമായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച തന്നെ. അത് കഴിഞ്ഞ് അവർ ഒരാഴ്ച വന്നില്ല. വന്ന ദിവസമാണ് എന്നെ കാണുന്നത്. ഇതുവരെ അവർ എൻ്റെ അടുത്ത് സംസാരിക്കുക പോലും ഇല്ല. എൻ്റെ അടുത്തൊന്ന് ഞാൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓഫീസിൽ പോകാൻ വേണ്ടി. സാറേ അപ്പോൾ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു, ഞാൻ അതിശയം, ഞാൻ എന്താ കാര്യം സാറ് അപ്പം അവരുടെ ഏരിയ വലിയ തുറയാണ്. സാറ് തുറ ഏരിയയിലോട്ടും സാറ് വന്ന പോലെ അവിടെ പയ്യന്മാരെ സാറിനെ വലയം വെച്ചുകൊണ്ട് റെഡിയായി. അപ്പോൾ അതൊരു എനിക്കൊരു ഫണ്ണി ആയിട്ട് തോന്നിയ സംഭവം. പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സീരിയലിനകത്ത് തന്നെ ഞാൻ എറണാകുളത്ത് ഏതോ കാര്യത്തിന് പോയി തിരിച്ച് ഇറങ്ങി. അപ്പോൾ എനിക്ക് പേട്ടയിൽ ഇറങ്ങാം, ബിക്കോസ് എനിക്ക് അവിടുന്ന് എൻ്റെ വീട് അടുത്താണ്. അവിടെ ഇറങ്ങി പേട്ടയെല്ലാം അറിയാം. ഞാൻ 3 വർഷം ജോലി ചെയ്താണ്. എൻ്റെ കരിയറിനകത്ത് ഏറ്റവും കൂടുതൽ നാൾ വർക്ക് ചെയ്ത ഒരു പോലീസ് സ്റ്റേഷനാണ് പേട്ട. 3 വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു പോർട്ടർ എൻ്റെ തോന്നുന്നു, സാറ് എന്ത് സാറേ ഇങ്ങനെ, സാറ് ഇവിടെ ഇരുന്നപ്പോൾ സാർ അത് ഞാൻ SI കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പം സാർ ഇതിവിടെ നല്ല രീതിയിൽ സാർ ജോലി ചെയ്തല്ലേ സാർ, സാറിൻ്റെ പേര് ഇപ്പോഴും ഉണ്ടല്ലോ സാറേ, എന്ത് സാറേ ഇപ്പോൾ ഈ ഗുണ്ടകളൊക്കെ കൂട്ടുപിടിക്കുന്ന സാറേ, എന്ത് ശരിയല്ലല്ലോ സാറേ. ഞാൻ ഏത് ഗുണ്ട സാർ? ആ ടർബോയുടെ കൂടെ കൂട്ടുപിടിക്കുന്ന സംഭവം എന്താ പറയാ, ഈ സീരിയലിനകത്ത് ഞാനൊരു ടർബോ എന്ന് പറഞ്ഞ ഒരു ക്രിമിനലിനെ കൂട്ടുപിടിച്ച് നായകനെ കൊല്ലാൻ വേണ്ടി ഒരു പ്ലാൻ, വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നില്ലേ. അപ്പൊ അവര് അത്രമാത്രം സീരിയൽ എന്നുള്ളതാണ്, അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ സാറിന് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് ഒരു വീടെന്ന് പറയുന്നതും വളരെ മഹനീയമായിട്ടുള്ളൊരു വീട് തന്നെയാണ്. മാറ്റുമല്ലേ തന്ത്രി, നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എത്ര ആർട്ടിസ്റ്റുകളെ പ്രവചനങ്ങൾ അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് ആർട്ടിസ്റ്റുകൾക്കാണ് നല്ല ചെയ്തൊരു നല്ലൊരിടത്താണ് നമ്മൾ ഇരുന്ന് അല്ലേ. അപ്പോൾ സാറിൻ്റെ എനിക്ക് എത്ര ഇൻ്റർവ്യൂ ടോട്ടലായി കാണും സാർ? അത് എനിക്ക് തോന്നുന്നു ഒരു 10-15 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ വർഷം ഏതെങ്കിലും? ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്തത് ആ ചാനൽ എനിക്ക് ഓർമ്മയില്ല, എങ്കിലും കുഴപ്പമില്ല. എങ്കിലും നമ്മുടെ ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കിനും കുറച്ച് ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറട്ടെ. അന്ന് പോലീസ് ഓഫീസറാന്നല്ല, സാറ് ക്രൂരനല്ലെന്നുള്ളത്, പാവാന്നുള്ളത്, കഥാപാത്രങ്ങൾ. പോലീസ് ക്രൂൾ ആവാൻ പാടില്ല. അതെ, നമ്മളും ഒരു സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. നമ്മുടെ ജോലി എന്താണ്? ടു സെർവ് ആൻഡ് സേവനമാണ്. അതെ അതെ അതെ, നമ്മുടെ സേവനമാണ്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബ്രിട്ടീഷ് കാലത്തെ പോലീസ് അല്ല, ജനങ്ങളെ വിരട്ടി ഓട്ടിക്കുക. അല്ലെങ്കിൽ പണ്ടൊക്കെ അറിയാം, കവലയിൽ നിൽക്കുമ്പോൾ കുറേ വർഷം ഓടാ, അപ്പോൾ ജംഗ്ഷനിൽ ഇരിക്കാൻ പാടില്ലേ, അല്ലെങ്കിൽ നിൽക്കാൻ പാടില്ല. പക്ഷെ ഇപ്പം ജനങ്ങൾ തിരിച്ചറിഞ്ഞ് ചോദിച്ചു തുടങ്ങി, തിരിച്ച് അത് തുടങ്ങിയല്ലേ. ഞാൻ ഒരു പോലീസ് ഓഫീസറായിരുന്നു. ഞാൻ ജംഗ്ഷനിൽ കുറച്ച് പേര് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എന്ത് വാട്ട്സ് എ പ്രോബ്ലം, ഇരിക്കാനുള്ള അവർ ആ ജംഗ്ഷനിൽ നിന്ന് അവരുടെ സമയം കളയാൻ വേണ്ടി അവിടെ ആവുമ്പോൾ എന്തെങ്കിലും ഒരു ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും പരാതി പറഞ്ഞ സ്ഥലമാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ സംസാരിക്കാം. അല്ലാതെ കവലയിലും ജംഗ്ഷനിലും നിൽക്കുന്ന ആളുകളെ നമ്മൾ വരട്ടി ഓട്ടിക്കണം. അടിയില്ല, ഇടിയില്ല, കുത്തില്ല, വെട്ടില്ല, വെറുതെ നിൽക്കുന്ന ആൾക്കാർക്ക് കയറി പോടാന്ന് പറയുന്ന പോലീസ് ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, ആ കാലമൊക്കെ പോണം. ബിക്കോസ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ജനീകയാണ്, നമ്മളും സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്. അപ്പം ഇപ്പം ഞാൻ റിട്ടയർ ആയിട്ട് ഞാൻ ചിലപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അവിടെ റോഡിൽ വന്ന് നിന്ന് സംസാരിക്കും. എൻ്റെ അടുത്ത് വന്ന് ഒരു പോലീസ് ഓഫീസർ വന്നാൽ എനിക്ക് വിഷമം തോന്നും. നമ്മൾ ആരെയും ഒന്നും ചെയ്യില്ല. എൻ്റെ ഫ്രണ്ട് അടുത്ത് റോഡിൽ നിന്ന് സംസാരിക്കുകയാണ്, അപ്പോൾ നമ്മളവിടെ റോഡിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും. ഡെഫിനറ്റ്ലി തോന്നും.
അല്ല സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം സാറ് ഞാൻ സംസാരിക്കുന്നു, സാറ് പറഞ്ഞല്ലേ ഒരു റെപ്യൂട്ടഡ് ആയിട്ട് പോകുന്ന ഒരാളാണെങ്കിലും നമുക്കറിയത്തില്ല, അയാളെ കയറി എടാ പോടാന്ന് വിളിക്കുന്നത് ശരിയാണ്. അതെ, ആ ഒരു ടോൺ, ആ ഒരു സംസ്കാരം നമ്മൾ അത് ശരിയല്ല, മാറേണ്ട സമയം കഴിഞ്ഞു. DGP തന്നെ കുറെ സർക്കുലേഴ്സ് ഇറങ്ങി സംസാരിക്കും. നിങ്ങൾ ഫോറിൻ കൺട്രിയിൽ പോവുക, ഒരു വെള്ളം ഓടിച്ചിട്ട് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് ഒരു കേസ് വന്നാലും ആ പോലീസ് ഓഫീസർ പുരുഷനാണെങ്കിൽ സാറായിട്ടാണ്, അയാളുടെ സോഷ്യൽ സ്റ്റേറ്റസ് എന്തോ ആയാലും പ്രശ്നമില്ല. ഈ പിച്ചക്കാരനായാലും വലിയ ബിസിനസ്മാൻ ആയാലും പ്രശ്നം, ദേ വിൽ അഡ്രസ് എ സാറായിട്ട്, ഇല്ലെങ്കിൽ സ്ത്രീയാണെങ്കിൽ മാഡമായിട്ട് അവർ അഡ്രസ് ചെയ്യും. വളരെ മാന്യമായ രീതിയിലാണ് സംസാരിക്കുക. അതേ കൾച്ചർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ എന്തോ ബുദ്ധിമുട്ട്. നമ്മൾ വരണം, നമ്മൾ അങ്ങനെ സംസാരിക്കണം. എന്തിനാ എടാ പോടാ, എന്താടാ കാണിക്കണം, അങ്ങനെയൊക്കെ ടോൺ സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ മാന്യമായ രീതി, നിങ്ങൾ പറഞ്ഞ ഷാനവാസ കേസ് അതേപോലെ മാന്യമായിട്ട് സംസാരിക്കണം. അതെന്തിനും ആവശ്യമില്ല. അദ്ദേഹം ഭയങ്കര സ്മൈലാണ് എപ്പോഴും, അദ്ദേഹം എപ്പോഴും ക്രൂരഭാവം കണ്ടിട്ടില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം. അപ്പം വളരെ സന്തോഷമുണ്ട് സാർ, സാറിന്റെ ഒരു പ്രോജക്റ്റുകൾ ഇനി മുന്നോട്ട് പോട്ടെ. ഈ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും നമ്മളൊരു ഞാൻ ആവശ്യമില്ലാത്ത ചോദ്യമൊന്നും ചോദിച്ചില്ല, അല്ലെങ്കിൽ സാർ ഞാൻ വെളിയോട്ട് ഇറങ്ങുമ്പോൾ അവനെ നോട്ട് ചെയ്ത് നമ്പർ പറഞ്ഞു കൊടുക്കല്ലേ. നമ്മള് ഈ പല്ല് പോയ സിംഹമാണ്, 3 വർഷം പല്ല് പോയ സിംഹം എന്നൊന്നും പറയാൻ പറ്റത്തില്ല സാറേ, ഒരിക്കലും ആന മെനിഞ്ഞാൽ തൊഴുതി കെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കൂടുതൽ സീരിയൽ സിനിമകൾ കാണാം, സമൂഹത്തിന് നല്ല കാര്യം ചെയ്യുക, അതിൻ്റെ എഫക്റ്റ് ഡെഫിനറ്റ്ലി മുകളിൽ ഒരാൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിനകത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് റാങ്കിങ് കൂടും. മുകളിൽ ആളത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ, നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ജനങ്ങളെ സഹായിക്കുക, സേവിക്കുക, നല്ല കാര്യം ചെയ്യുക, നല്ല ചിന്തകൾ വരിക, അതൊക്കെ നല്ല കാര്യമാണ്. വിഷ് ഓൾ ദ ബെസ്റ്റ് ഇൻ ഫ്യൂച്ചർ. താങ്ക് യു വെരി മച്ച്. അപ്പം വളരെ സന്തോഷമുണ്ട് സാറേ. അപ്പം ഇനി സാറിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള ഇനി അങ്ങോട്ടുള്ള ഇനിയാണ് സാറിന് കൂടുതൽ സിനിമകൾ കിട്ടാൻ പോകുന്നത്. സമയം കിട്ടുക, വേറെ പണിയൊന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ഇല്ല, അങ്ങനെയല്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യുന്നപ്പം എൻ്റെ അടുത്ത് ഒരു 2-3 ദിവസം പോകും, സാറേ അടുത്ത സൺഡേ മൺഡേ 2 ദിവസം വർക്കുണ്ട്, സാർ ഒന്ന് ലീവ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ സാറേ. പണ്ടങ്ങനെ, ഇപ്പം അങ്ങനെയല്ല. ഇന്ന് വൈകിട്ട് സാറേ നാളെ രാവിലെ വർക്കുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സാറിന് നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ ഇനിയും കിട്ടട്ടെ, തേടിയെത്തട്ടെ. പോലീസ് അല്ലാത്ത കഥാപാത്രം കള്ളം തേടിയെത്തട്ടെ, കള്ള കഥാപാത്രങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. എൻ്റെ 2 സാർ, എന്നാലും എനിക്ക് എത്തുള്ളൂ.